പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് ഇരട്ട പമ്പാണ് എന്ന് പറയുന്നതെന്നും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രക്തപര്യനം ഇരട്ട രക്തപര്യനം അഥവാ ദ്വിപര്യനമാണ് എന്ന് പറയുന്നതെന്നും മനസ്സിലാക്കാം. Today we can study why our heart is called as double pump and the circulation seen in our body is known as double circulation. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും കോശങ്ങളിലേക്ക് എത്തിക്കുക, കോശങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും മറ്റ് മാലിന്യങ്ങളെയും സ്വീകരിക്കുക എന്നതാണ് ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ മുഖ്യ ധർമ്മങ്ങൾ. ശ്വാസകോശത്തിൽ നിന്നാണ് ഓക്സിജൻ രക്തത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നത്. ഇങ്ങനെ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ സ്വീകരിച്ച രക്തം ശ്വാസകോശ സിരകൾ വഴി ഹൃദയത്തിന്റെ ഇടത്തെ ഏട്രിയത്തിൽ എത്തുന്നു. ഇടത്തെ ഏട്രിയം സങ്കോചിക്കുന്നതിന്റെ ഫലമായി ബൈകസ്പിഡ് വാൽവ് തുറന്ന് രക്തം ഇടത്തെ വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നു. ഇടത്തെ വെൻട്രിക്കിൾ സങ്കോചിക്കുന്നതിന്റെ ഫലമായി രക്തം മഹാധമനിയിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ മഹാധമനിയിലേക്ക് പ്രവേശിച്ച രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെടുന്നു. Carrying oxygen to the cells and receiving carbon dioxide and waste materials from the cell are the major functions of the blood. Oxygen is absorbed into the blood from the lungs. The oxygenated blood reaches the heart through the pulmonary vein. Pulmonary vein opens to the left atrium and the left atrium contracts and the blood flows to the left ventricle through the bicuspid valve. From the left ventricle, the blood flows to the aorta and the aorta supplies blood to all parts of the body. ശരീരത്തിലെ വിവിധ കോശങ്ങൾക്ക് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും വിതരണം ചെയ്തതിനു ശേഷം അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും മാലിന്യങ്ങളെയും സ്വീകരിച്ച് രക്തം ഊർധ മഹാസിര വഴിയും അധോ മഹാസിര വഴിയും ഹൃദയത്തിന്റെ വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു. വലത്തെ ഏട്രിയം സങ്കോചിക്കുന്നു. അതിന്റെ ഫലമായി രക്തം ട്രൈകസ്പിഡ് വാൽവ് വഴി വലത്തെ വെൻട്രിക്കിളിലേക്ക് കടക്കുന്നു. വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് രക്തം ശ്വാസകോശ ധമനിയിലേക്കും പിന്നീട് ശ്വാസകോശത്തിലേക്കും എത്തുന്നു. കൂടുതൽ ഓക്സിജൻ സ്വീകരിച്ച് ശുദ്ധരക്തമാകാൻ വേണ്ടിയാണ് രക്തം ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രക്തപര്യനം. After supplying oxygen to all parts of the body, the blood receives carbon dioxide and waste materials from the cells. And through superior vena cava and inferior vena cava, blood reaches to the right atrium. Then right atrium contracts and blood flows to the right ventricle through the tricuspid valve. Then
right ventricle contracts and blood flow to the pulmonary artery. Through pulmonary artery, the impure blood reaches to the lungs. This is for the purification of the blood. To make the blood oxygenated, it is taken to the lungs. This is the blood circulation seen in our body. ഒരേ അളവ് രക്തം ഹൃദയത്തിലൂടെ 2 തവണ കടന്നു പോകുന്നുവെന്ന് ചിത്രീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം രക്തം ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിര വഴി ഇടത്തെ ഏട്രിയത്തിലേക്കും പിന്നീട് ഇടത്തെ വെൻട്രിക്കിളിലേക്കും അതിനുശേഷം മഹാധമനിയിലൂടെയും കടന്നു പോകുന്നു. മഹാധമനിയിലേക്ക് പ്രവേശിച്ച രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങൾക്ക് ഓക്സിജനെയും പോഷകങ്ങളെയും നൽകുന്നു. അതിനുശേഷം കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും മാലിന്യങ്ങളെയും സ്വീകരിച്ച് വീണ്ടും ഊർധ്വമഹാസിരയും അധോമഹാസിരയും വഴി ഹൃദയത്തിന്റെ വലത്തെ ഏട്രിയത്തിലേക്ക് എത്തിച്ചേരുന്നു. വലത്തെ ഏട്രിയത്തിൽ നിന്ന് രക്തം വലത്തെ വെൻട്രിക്കിളിലേക്കും അവിടെ നിന്ന് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്കും എത്തുന്നു. ഇങ്ങനെ ഒരേ അളവ് രക്തം ഹൃദയത്തിലൂടെ 2 തവണ കടന്നുപോകുന്നു. അതുകൊണ്ടാണ് ഹൃദയം ഇരട്ട പമ്പാണെന്നും ശരീരത്തിൽ നടക്കുന്ന രക്തപര്യനം ഇരട്ട രക്തപര്യനമാണെന്നും പറയുന്നത്. From the illustration, it is clear that the same amount of blood passes through the heart twice. This type of circulation is called double circulation. So our heart is known as double pump. The pulmonary veins carry the pure blood to the left atrium and the blood flows to the left ventricle and then to aorta. Aorta supplies blood to all parts of the body, and from the different parts of the body the impure blood is collected by superior and inferior vena cava and they opens to the right atrium, then blood flow to the right ventricle and then to the pulmonary artery, and finally pulmonary artery reaches to the lungs. ഇരട്ട രക്തപര്യനത്തെ അഥവാ ദ്വിരക്തപര്യനത്തെ നമുക്ക് 2 ഭാഗമായി തിരിക്കാം. ഒന്നാമത്തെ പര്യനമാണ് പൾമണറി പര്യനം. രണ്ടാമത്തെ പര്യനമാണ് സിസ്റ്റമിക് പര്യനം. ആദ്യമായി എന്താണ് പൾമണറി പര്യനം എന്ന് നോക്കാം. വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് രക്തം ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് എത്തി അവിടെ വെച്ച് ഓക്സിജൻ അടങ്ങിയ രക്തത്തെ സ്വീകരിച്ച് തിരികെ ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമണറി പര്യനം. അപ്പോൾ എന്താണ് പൾമണറി പര്യനം? വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം. ഇതുപോലെ നേരത്തെ പൾമണറി പര്യനം അവസാനിച്ചത് ഇടത് ഏട്രിയത്തിലാണ്. അപ്പോൾ അടുത്ത ഭാഗമായ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് മഹാധമനി വഴി രക്തം ശരീരം മുഴുവൻ സഞ്ചരിച്ച് അവിടെയുള്ള കോശങ്ങൾക്ക് ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും നൽകി കോശങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും മാലിന്യങ്ങളെയും സ്വീകരിച്ച്
ഊർധ്വമഹാസിരയും അധോമഹാസിരയും വഴി വലത്തെ ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് സിസ്റ്റമിക് പര്യനം. അപ്പോൾ എന്താണ് സിസ്റ്റമിക് പര്യനം? ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് സിസ്റ്റമിക് രക്തപര്യനം. ഇരട്ട രക്തപര്യനം രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകാതെ നിലനിർത്താൻ സഹായിക്കുന്നു. So in this circulation, the same amount of blood passes through the heart twice. So it is known as double circulation. So double circulation includes pulmonary circulation and systemic circulation. What is pulmonary circulation? The blood circulation that starts from right ventricle, then blood flows to the pulmonary artery, then to the lungs, and from the lungs through pulmonary veins, blood reaches to the left atrium. This circulation is known as pulmonary circulation. And the circulation that starts from left ventricle, then to aorta to different parts of the body, and from the different parts of the body, superior and inferior vena cava brings blood to the right atrium. This type of circulation is known as systemic circulation. സിസ്റ്റമിക് പര്യനം ഇടതു വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. വലത് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം. The systemic circulation starts from the left ventricle and ends in the right atrium. And pulmonary circulation starts from right ventricle and ends in the left atrium. ഒരേ അളവ് രക്തം ഹൃദയത്തിലൂടെ 2 തവണ കടന്നു പോകുന്നു. ആദ്യത്തെ തവണ ശ്വാസകോശ സിരകൾ രക്തത്തെ ഇടത്തെ ഏട്രിയത്തിൽ എത്തിക്കുന്നു. മഹാധമനി വഴി അത് ഹൃദയത്തിന്റെ പുറത്തേക്ക് പോകുന്നു. രണ്ടാമത്തെ തവണ ഊർധ്വമഹാസിരയും അധോമഹാസിരയും വഴി ഹൃദയത്തിന്റെ വലത്തെ ഏട്രിയത്തിൽ എത്തിക്കുന്നു. ശ്വാസകോശ ധമനി വഴി അത് ഹൃദയത്തിന് പുറത്തേക്ക് കടന്ന് ശ്വാസകോശത്തിലേക്ക് പോകുന്നു. For the first time, blood reaches to the heart through the pulmonary vein and it goes out of the heart through aorta. For the second time, blood reaches to the heart through superior and inferior vena cava and goes out of the heart through pulmonary artery.